ഇതാണ് ഞങ്ങൾ 2 ദിവസം താമസിക്കുന്ന ചിയാങ് റായിലെ ഹോട്ടൽ സെലീൻ. ഒരു നല്ലൊരു ഏരിയയിലാണ് നിൽക്കുന്നത് കേട്ടോ. ഒരു റെസിഡൻഷ്യൽ ഏരിയയാണ്, നല്ല ഭംഗിയാണ് കാണാൻ ചുറ്റുവട്ടം. ഞങ്ങളൊരു മണിക്കൂർ മുന്നേ ഇവിടെ എത്തിയപ്പോൾ പെരുമഴ എന്ന് പറഞ്ഞാൽ പെരുമഴയാണ്. ഇപ്പോൾ നമുക്ക് നീറ്റ് ആൻഡ് ക്ലീനായി, ക്ലൈമറ്റ്സൊക്കെ അടിപൊളിയായി. ഇപ്പോൾ മുകളിലൂടെ ഒരു ഫ്ലൈറ്റ് പോകുന്നു, തായ് ലയൺ എയറിൻ്റെ. അപ്പോൾ ഞങ്ങൾക്ക് വെൽക്കം ഡ്രിങ്ക് തന്നത് ഇതാണ് റോസ്ലി ജ്യൂസ് ഉണ്ടോ. ഇതാണ് നമുക്ക് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് തന്നത്. ഇവരാണ് അവിടുത്തെ റിസപ്ഷനിസ്റ്റ്. നല്ലൊരു ക്ലീനായിട്ടുള്ളൊരു റിസപ്ഷനാണ്. ഞങ്ങളുടെ റൂമൊക്കെ വളരെ പെട്ടെന്ന് ശരിയാക്കി തന്നു. അപ്പോൾ ഇനി ഞങ്ങൾ നേരെ റൂമിലേക്ക് പോവുകയാണ്. ഇവിടെ തന്നെയാണ് താഴത്തെ റെസ്റ്റോറൻറ്റ്. എല്ലാം ഓക്കെയാണ്, വൈഫൈ അവൈലബിൾ ആണ്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു റിസപ്ഷനാണ്. ഇനി നമുക്ക് റൂം നോക്കാം. നമ്മുടെ ഏറ്റവും പുതിയ ഇന്റർനാഷണൽ ട്രിപ്പ് പ്ലാൻ സെറ്റ് ആയിട്ടുണ്ട്. കുആലാലംപൂർ വഴി ബാലിയിലേക്ക് ഒരു ട്രിപ്പ്. ഇതൊരു ഒന്നൊന്നര എക്സ്പീരിയൻസ് ആയിരിക്കും. ക്ഷേത്രങ്ങൾ, വെള്ളച്ചാട്ടം, അഗ്നിപർവ്വതങ്ങൾ, ബീച്ചസ്, തടാകങ്ങൾ, അങ്ങനെ നിങ്ങൾ കാണാൻ ആഗ്രഹിച്ച എല്ലാം ഈ ട്രിപ്പിൽ ഒരുക്കിയിട്ടുണ്ട്. ഓഗസ്റ്റ് 12 കൊച്ചിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു ട്രിപ്പ് 6 ദിവസത്തേക്കാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, വിസ, ഫുഡ്, 4-star അക്കോമഡേഷൻ, പിന്നെ നിങ്ങളുടെ എൻട്രി ടിക്കറ്റ്സ് എന്നിങ്ങനെയുള്ള എല്ലാ നീഡ്സും സൺറൈസ് ടൂർസ് ആൻഡ് ട്രാവൽസ് അറേഞ്ച് ചെയ്യുന്നു. പിന്നെ നിങ്ങളുടെ കൂടെ ഒരു മലയാളി ടൂർ മാനേജറും ബാലിയിൽ നിന്ന് ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഗൈഡും ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയാ ഐലൻഡ് ഓഫ് ഗോഡ്സിലേക്ക് പോകുമല്ലേ? കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിങ്ങിനും ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ. Yeah, thank you. Okay. When you go up and down, please use keypad first. Okay. Tap keypad on here and press 4. Okay. So 7 floors, no? Total 7 floors. No. You want to go 7? No. Just ask me. Okay. Only 7 floors you have in this hotel. Yes. On the 7th floor have swimming pool. Swimming pool. Yes. Okay. Start 8 to Until 8. what time? Start 8 to 8. 8 to 8. Oh, sorry. This is third. It's wrong. നിങ്ങളുടെ റൂം വന്നിട്ട് 409 ആണ്. നമുക്ക് നോക്കാം റൂം എങ്ങനെയാണ്. ഞങ്ങൾ ട്രിപ്പിൾ റൂമാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, കയറിക്കോളൂ ലക്ഷ്മി ചേട്ടാ കയറിക്കോളൂ. താങ്ക് യു. ഓക്കെ. Yes. How to use is the side. Okay. Okay. That's a Japanese toilet. Yes. Okay then. And this the but you can Okay. That's a shower area. What water? Yeah, 24 hours hot water. okay. And the triple bed. And we have okay. 3 വാട്ടർ ബോട്ടിൽസ് ഉണ്ട്. ടോർച്ച് വെച്ചിട്ടുണ്ട്. കോഫി ആൻഡ് ടീ നമുക്ക് ഉണ്ടാക്കി കുടിക്കാവുന്നതാണ്. ഒരു ചെറിയ റെഫ്രിജറേറ്റർ വെച്ചിട്ടുണ്ട്. സേഫ് ലോക്കർ ഉണ്ട്. ഹാങ്ങർ ഒക്കെ വെച്ചിട്ടുണ്ട്. ഒരു കൊട വെച്ചിട്ടുണ്ട്. ട്രിപ്പിൾ റൂമാണ്. Room service? 02 for the speaking, yes. And later on 103 have the menu for lunch for dinner. Okay. If you have any problem, you can call 02 for the speaking. Thank you. Thank you so much. And please, if you have any problem, you can call me. Sure. കോളാമ്പിപ്പൂക്കൾ. ഇതാണ് ഹോട്ടല്. നല്ലൊരു ഹോട്ടലാണോ, നല്ല സ്റ്റാഫുകളാണ്, വെൽ ബിഹേവ്ഡ് ആണ്. ബ്രേക്ക്ഫാസ്റ്റ് അടക്കം ഞങ്ങൾക്ക് ഇവിടെയാണ് 2 ദിവസം. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ഞങ്ങളൊരു ടാക്സി ഹയർ ചെയ്തിട്ട് മെയിൻ അട്രാക്ഷനായ ഞങ്ങൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് വർഷങ്ങളായിട്ട് നിന്ന ഒരു സ്ഥലം, അല്ലെങ്കിൽ വളരെ എക്സൈറ്റഡ് ആയിട്ട് നിന്നൊരു സ്ഥലമാണ് ഗോൾഡൻ ട്രയാങ്കിൾ. അതായത് ലാവോസും മ്യാൻമാറും തായ്ലാൻഡും കൂടെ കൂടിച്ചേരുന്ന ഒരു സ്ഥലം ഗോൾഡൻ ട്രയാങ്കിൾ. അവിടെയും പിന്നെ ഹുവാലൈ ടെമ്പിൾ, അങ്ങനെ 2 ടെമ്പിൾ. അത് പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണെന്ന് എനിക്കറിയില്ല, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. ആ 2 ദിക്കിലേക്ക് ഞങ്ങൾ പോവാണ്. ഇവിടുന്ന് ഒരു 1.5 മണിക്കൂറോളം യാത്ര ചെയ്താലേ അവിടെ എത്തുള്ളൂ. ഇപ്പോൾ സമയം 2:45. അപ്പോൾ അതിന് നമുക്ക് 1800 തായ് ബാത്താണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അത് വലിയ കൂടുതലായിട്ട് തോന്നുന്നില്ല. ഞങ്ങൾ 3 പേർക്കാണ്. എല്ലാവരും റെഡിയായി. ദീപും ലക്ഷ്മി ചേട്ടനൊക്കെ റെഡിയായി.
കണ്ട ബ്ലീഡിങ് ഹാർട്ടൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമ്മൾ വന്നപ്പോൾ എന്ത് മഴയായിരുന്നു. ഇപ്പോൾ നോക്കി ക്ലൈമറ്റ് ചേഞ്ച് ചെയ്ത് കണ്ടോ. റൂമാണെങ്കിലും നല്ല റൂം. കാരണം സാധാരണ ട്രിപ്പിൾ റൂം എന്ന് പറയുമ്പോൾ ഒരെണ്ണം എക്സ്ട്രാ ബെഡ് എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. ഇത് 3 ഇൻഡിവിജ്വൽ ബെഡ് തന്നെ നിങ്ങൾ നേരത്തെ കണ്ടല്ലോ. അപ്പം എന്താ പറയുക, കംഫർട്ടബിൾ ആയിരുന്നു. ജാപ്പനീസ് ടോയ്ലറ്റൊക്കെയാണ്, നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു, ഒരു കുഴപ്പമില്ല. അപ്പോൾ എവിടെയൊക്കെ നമുക്ക് ഇരിക്കാം. താമസിക്കുന്ന ഹോട്ടൽ സെലീനിന്ന് 68 കിലോമീറ്ററോളം ഉണ്ട്. അതായത് 1 മണിക്കൂറിന് മേലെ ഉണ്ട് ഗോൾഡൻ ട്രയാങ്കിളിലേക്ക് നമുക്ക് പോകാനായി. റോഡൊക്കെ നല്ലതായിരിക്കും തോന്നുന്നു. നമുക്ക് നോക്കാം, പോകുമ്പോഴുള്ള കാഴ്ചകളൊക്കെ നമുക്ക് നോക്കാം, എന്തൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളത്. ഈ ഹോട്ടലിൻ്റെ അടുത്തൊക്കെ ഹോം സ്റ്റേസ് ഒക്കെ ഉണ്ട്, ഒരുപാട് കഫേസൊക്കെ ഉണ്ട്. അതിൽ നല്ല രസമുള്ള ഒരു പെയിൻറ്റിങ് കണ്ട, നല്ല ഭംഗിയിൽ കാണാനായിട്ട്. അപ്പോൾ നമ്മൾ ഹയർ ചെയ്ത വണ്ടി ഇപ്പോൾ വരും. അപ്പോൾ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുട എടുത്തോളാൻ പറഞ്ഞാൽ ഞങ്ങളോട്. ഭയങ്കര കസ്റ്റമർ സർവീസ് ആട്ടോ അവർ. അതെ, ഓക്കെ. പുള്ളി വന്ന ഉടനെ സോറി ഒക്കെ പറഞ്ഞിട്ടാണ് വരണത്. ഒരു 5 മിനിറ്റ് ലേറ്റായി പുള്ളി വരാനായിട്ട്. അപ്പോൾ ഈ വണ്ടിയിലാണ് നമ്മൾ പോകുന്നത്. ടൊയോട്ടയുടെ ഏതാ വണ്ടി? സെഡാനാണ്. ടൊയോട്ട യാരിസ് ആണ്. അങ്ങനെ ഞങ്ങൾ ഗോൾഡൻ ട്രയാങ്കിളിലെത്തി. കറക്റ്റ് 1 മണിക്കൂർ എടുത്തുള്ളൂ കേട്ടോ. നല്ല സുഖമുള്ള ഒരു യാത്രയായിരുന്നു. അങ്ങനെ വർഷങ്ങളായിട്ട് കാത്തിരുന്ന ആ ഒരു സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഗോൾഡൻ ട്രയാങ്കിളിലാണ്. അപ്പോൾ ഈ ഗോൾഡൻ ട്രയാങ്കിളിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ നിൽക്കുന്നത് തായ്ലാൻഡിലാണ്. ആ സൈഡിലാണ് ലാവോസ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ആ സൈഡിലാണ് മ്യാൻമാർ വരുന്നത്. അപ്പം മ്യാൻമാർ, തായ്ലാൻഡ്, ലാവോസ്, ഇതിന് നേരെ നടുക്കാണ് നമ്മൾ നിൽക്കുന്നത് ഗോൾഡൻ ട്രയാങ്കിൾ. കണ്ടോ? അപ്പോൾ കുറേ കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ നമ്മളിവിടെ എത്തി. ഓഗസ്റ്റിൽ ബാലിയുടെ ഹൃദയത്തിലേക്ക് ഒരു ത്രില്ലിംഗ് യാത്ര. ഒരിക്കലും മറക്കാനാവാത്ത ബാലി ട്രിപ്പിന് തയ്യാറാണോ? എങ്കിൽ പോരൂ സൺറൈസ് ടൂർസ് ആൻഡ് ട്രാവൽസിനൊപ്പം ഈ വരുന്ന ഓഗസ്റ്റ് 12 കൊച്ചിയിൽ നിന്ന് ഡിപ്പാച്ചർ. 5 nights 6 days ബാലി ട്രിപ്പ്. only 74,999 for 1 person. പ്രശസ്തമായ ക്ഷേത്രങ്ങൾ തീർത്ഥ എംപിൾ ടെമ്പിൾ, ഉലുവാറ്റു ടെമ്പിൾ, ഉലുദാനു ടെമ്പിൾ, ഉബുദ് പാലസ്, കുട്ട ബീച്ച്, മെലാസ്തി ബീച്ച്, തെഗലങ്കൻ റൈസ് ടെറസ്, തെഗനംഗം വാട്ടർഫാൾസ്, റിവർ റാഫ്റ്റിംഗ്, ബനാന ബോട്ടിംഗ്, ഹിൻഡാമണി മൗണ്ട് ബാറ്റർ, ലേക്ക് ബാറ്റർ, ബ്ലാക്ക് ലാവ വ്യൂ പോയിന്റ്സ് തുടങ്ങി 15ഓളം സ്പോട്ടുകൾ. ഇന്തോനേഷ്യൻ വിസ, ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, ഹോട്ടൽ സ്റ്റേ, ലഞ്ച്, ഡിന്നർ, AC ബസ് ട്രാൻസിറ്റ്, എൻട്രി ഫീസ് എല്ലാം പാക്കേജിൽ ഉൾപ്പെടുന്നു. ഇതെല്ലാം കൂടാതെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഗൈഡും മലയാളി ടൂർ മാനേജറും ഒപ്പമുണ്ടാവും. ഈ യാത്ര ഒരിക്കലും മിസ് ചെയ്യലേ. ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യൂ. ലിമിറ്റഡ് സീറ്റ്സ് മാത്രം. നമ്മളിവിടെ എത്തി. അപ്പോൾ ഇവിടെ ഒരു ഇൻഫർമേഷൻ കൗണ്ടറിൽ ഇവിടെ നിന്നാണ് നമ്മൾ ബോട്ടിങ്ങിന് പോകേണ്ടത്.
ഇതാ ഇത് കണ്ടോ, ഒരു മാപ്പൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 40 മിനിറ്റ് റൈഡ് അല്ലേ, 40 മിനിറ്റ് റൈഡാണ്. അപ്പോൾ അതിൽ ലാവോസിൻ്റെ സൈഡിൽ കൂടെയും പോയി ലാവോസിന്റെ സൈഡിൽ കൂടെ പോയിട്ട് തിരിച്ചു വരും, തിരിച്ചും കൂടെ വരും. ലാവോസിന് കാല് കുത്തണമെങ്കിൽ ഒരാൾക്ക് 200 ബാത്ത്, ആ പിന്നെ ഗൈഡിന് 50 ബാത്ത്, കാല് കുത്താൻ മാത്രം. കാല് കുത്താൻ മാത്രം. അപ്പം നമ്മൾ കാല് തൽക്കാലം കുത്തുന്നില്ല, അത് ലാവോസിൽ വന്നിട്ട് അവിടുന്ന് ഇതേപോലെ ഇങ്ങോട്ട് നോക്കാം. അപ്പം എന്നാൽ പോവാല്ലേ. അപ്പോൾ ലൈഫ് ജാക്കറ്റൊക്കെ തന്നു. അപ്പം മെക്കോങ് റിവറിലൂടെ നമ്മൾ ലാവോസും തായ്ലാൻഡും മ്യാൻമാറും കാണാൻ പോവാണ്. ബോർഡർ കാണാൻ പോകുന്നു വെള്ളത്തിലൂടെ. മെക്കോങ് റിവർ എന്ന് വെച്ചാൽ ഇങ്ങനെ കലങ്ങി മറിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു റിവറാണ്. എത്ര രൂപ ആദ്യം എത്ര രൂപ പറഞ്ഞത്? 1500 രൂപ പറഞ്ഞു. ആ 1000 രൂപയ്ക്ക് നമ്മൾ 1500 ബാത്ത്. 1500 ബാത്ത്. ആ ബോട്ടിലാണ് നമ്മൾ 40 മിനിറ്റ് യാത്ര ചെയ്യേണ്ടത്. അതെ, നല്ല ശക്തമായ ഒഴുക്കാണ്. അങ്ങനെ ഞങ്ങളുടെ 40 മിനിറ്റിലെ ബോട്ട് റൈഡ് തുടങ്ങി. നമ്മൾ തായ്ലാൻഡ് ഭാഗത്ത് നിന്ന് നമ്മൾ ബോട്ടിലേക്ക് പ്രവേശിച്ചു. നമ്മൾ ആദ്യം പോയിക്കൊണ്ടിരിക്കുന്നത് മ്യാൻമാറിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ, യാത്ര ചെയ്യുന്ന രീതി വെച്ച് നോക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ മ്യാൻമാറും റൈറ്റ് സൈഡിൽ ലാവോസും ബാക്ക് സൈഡിൽ തായ്ലാൻഡും. നേരെ 1 അവർ നമ്മൾ ബോട്ടിലൂടെ പോയിട്ടുണ്ടെങ്കിൽ ചൈനീസ് ബോട്ടിലെത്തുമെന്നാണ് നമ്മുടെ ഡ്രൈവർ സുഹൃത്ത് പറഞ്ഞത്. ലാവോസിൻ്റെ ഭാഗത്ത് എന്തൊക്കെയോ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വലിയ ട്രെയിൻസൊക്കെ കാണാം. ലാവോസിൻ്റെ തീരത്തോട് വളരെ അടുത്തിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. നേരെ ഓപ്പോസിറ്റ് നമ്മൾ വന്നിറങ്ങിയ തായ്ലാൻഡ്. അപ്പോൾ അവിടെ ഒരു ചെക്ക് പോയിന്റ്സ് കാണാം. ഒരു ബിൽഡിംഗ് കണ്ടോ, ഗ്ലാസ് ഒക്കെ ഇട്ടുള്ള ബിൽഡിംഗ്. അതാണ് ലാവോസിൻ്റെ ചെക്ക് പോയിന്റ്, അതായത് എമിഗ്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട സ്ഥലം. അപ്പോൾ അവിടേക്ക് നമുക്ക് വേണമെങ്കിൽ ലാവോസിൽ കാല് കുത്താം. അതിന് നമുക്ക് ഒരാൾക്ക് 200 തായ് ബാത്ത് കൊടുക്കണം. അകത്തേക്കൊന്നും പോകാൻ പറ്റില്ല. നമുക്ക് അവിടെ ഇറങ്ങാം. ഇറങ്ങിയിട്ട് അവിടെ വീഡിയോ എടുത്തിട്ട് നമുക്ക് തിരിച്ച് കയറാം കേട്ടോ. ഇതാണ് ബോർഡർ ചെക്ക് പോയിന്റ് ലാവോസ്. ലാവോസ് കുറച്ച് മനോഹരമായിട്ടാണ് അവർ ചെയ്ത് വച്ചിരിക്കുന്നത്. നല്ല ലോണൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. തായ്ലാൻഡിൻ്റെ ഭാഗത്തൊരു ഗോൾഡൻ ബുദ്ധയൊക്കെ കാണാം. അപ്പോൾ ലാവോസിൽ നിങ്ങൾ നേരെ കാണുന്ന ആ ഡോം പോലെ കണ്ടോ ഒരു ബിൽഡിംഗ്. ആ ബിൽഡിംഗ് കാസിനോ ആണ്. അത് ചൈനീസ് ഗവൺമെൻറ് ചെയ്തിട്ടുള്ളതെന്നാണ് പറയുന്നത്. അത് 99 ഇയേഴ്സ് ലീസാണ്. അപ്പോൾ ഇവിടെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് മുഴുവനും ചൈനീസ് ഗവൺമെൻറ് ആണെന്നാണ് പറയുന്നത്. കണ്ടോ, അപ്പോൾ അവിടെയാണ് കാസിനോസ് കാണുന്നത്. നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഭാഗത്തെ ഡെവലപ്മെൻറ്റ്സ് ഒക്കെ അവരായിരിക്കാം ഒരുപക്ഷെ ചെയ്യുന്നത്. ഗെൻഡിങ് ഹൈലൈറ്റ്സിലും ഇതേപോലെ തന്നെ കാസിനോസ് ഉണ്ട്. പലരും പോയിട്ടുള്ള സ്ഥലമാണ് ഗെൻഡിങ് ഹൈലൈറ്റ്സിലെ കാസിനോ. അത് പക്ഷേ ലാസ്റ്റ് ഞാനൊരു 3-4 മാസം മുന്നേ KL പോയപ്പോൾ സമയത്ത് അവിടുത്തെ ഗൈഡ് പറഞ്ഞതാണ് 99 ഇയേഴ്സിൻ്റെ ഒക്കെ ഒരു കാലാവധി കഴിഞ്ഞു എന്നും ഇനി കാസിനോ അവിടുന്ന് മാറാൻ പോകണു എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് അതിനെക്കുറിച്ച് ജെന്യുവിനിറ്റി അറിയില്ല. ആരെങ്കിലും അതിനെക്കുറിച്ച് അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും കേട്ടോ. ഗംഭീര സംഭവം തോന്നുന്നു കേട്ടോ. അതുള്ള ദൂരെ നിന്ന് കാണുമ്പോഴാണ്. അല്ല, അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല. നമുക്ക് ആ ചെക്ക് പോയിന്റിൽ നിൽക്കാൻ പറ്റുള്ളൂ. കാല് കുത്താം, അത്രേ ഉള്ളൂ. ഭയങ്കര ഡെവലപ്മെന്റ്സ് ആണ് അവർ ചെയ്തിരിക്കുന്നുണ്ട്. ഒരുപാട് ബിൽഡിങ്ങുകളും
ഇവിടെ പണിതുകൊണ്ടിരിക്കുകയാണ്. കറക്റ്റ് 40 മിനിറ്റ് ഒരു ബോട്ട് റൈഡ് കഴിഞ്ഞ് നമ്മൾ ഏറിയയിൽ തന്നെ നമ്മൾ തിരിച്ചെത്തി. അങ്ങനെ ഞങ്ങളൊരു 1.5 മണിക്കൂറോളം ഇവിടെ സ്പെൻഡ് ചെയ്തു. എന്തായാലും അങ്ങനെ വർഷങ്ങളായിട്ടുള്ള ഒരു ആഗ്രഹം സാധിച്ചു. ഗോൾഡൻ ട്രയാങ്കിൾ മനോഹരമായ ഒരു സീനിക് ബ്യൂട്ടിയാണ്. പക്ഷെ മഴ പെയ്ത് തുടങ്ങി. നിങ്ങൾ ഒരുപാട് ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലും യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവും ബ്ലൂ ടെമ്പിൾ.